Hi dear students, welcome back to Future Plus Academy. Srinagar Open University Milton to Pre-Romantics എന്നുള്ള പേപ്പറിന്റെ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആസ് യു ഓൾ നോ നമ്മളിപ്പോൾ ബ്ലോക്ക് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈസ് എന്തായിരുന്നു ബ്ലോക്ക് 1 എന്ന് പറയുന്നത്? നമ്മൾ മിൽട്ടൺ ടു പ്രീ-റൊമാൻറ്റിക്സ് എന്നുള്ള പേപ്പറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ ബ്ലോക്ക് 1 നമ്മൾ പോയിട്രി ഈ ഒരു കാലഘട്ടത്തിലെ മിൽട്ടൺ മുതൽ പ്രീ-റൊമാൻറ്റിക്സ് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തില് മേജർ ആയിട്ടുള്ള പോയിട്രി റൈറ്റേഴ്സ്, അതുപോലെ തന്നെ നോവലിസ്റ്റുകൾ, അതുപോലെ തന്നെ ഫിക്ഷൻ നോൺ ഫിക്ഷൻ റൈറ്റേഴ്സ് ആൻഡ് ആസ് എ ഹോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ മിൽട്ടൺ മുതൽ പ്രീ-റൊമാൻറ്റിക്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടുത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പശ്ചാത്തലം ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ പേപ്പറും നിങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാ. ജോസഫ് എലിസബത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത്, ഷേക്സ്പിയർ സ്റ്റഡീസും നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത്. സോ ഫാർ എല്ലാ പേപ്പറുകളും നമ്മൾ ആ ഒരു രീതിയിലാണ് പഠിക്കുന്നത്. അപ്പം ഇതിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 1 വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി കവിതകളും, അതുപോലെ തന്നെ കുറച്ചും കൂടി അടുത്ത ബ്ലോക്കിലേക്ക് കുറച്ചും കൂടി നോവൽസും ഒക്കെ പഠിക്കുന്നു. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസ് പറഞ്ഞ് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ ടെക്സ്റ്റിന്റെ സ്ട്രക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ലെറ്റ് മീ സ്റ്റാർട്ട് ബ്ലോക്ക് 2 യൂണിറ്റ് 1, ദാറ്റ് ഇസ് പ്യൂരിറ്റൻ ഏജ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എറയാണ് ഈ പ്യൂരിറ്റൻ ഏജ് അല്ലെങ്കിൽ പ്യൂരിറ്റൻ ഇതെന്ന് പറയുന്നത്. സോ as a Milton as a Puritan, അത് വളരെ ഇതാണ് ആൻഡ് ബിലോങ്സ് ടു വളരെ ഇതായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ആ സമയത്ത് ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് പ്യൂരിറ്റൻ ഏജ് എന്ന് നമുക്ക് നോക്കാം. സിവിൽ വാർ ബ്രോക്ക് ഔട്ട് ഇൻ ഇംഗ്ലണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ദ ക്ലാഷസ് ബിറ്റ്വീൻ ചാൾസ് I ആൻഡ് പാർലമെന്റ്. ചാൾസ് I എന്ന് പറഞ്ഞിട്ടുള്ള രാജാവും പാർലമെന്റേറിയൻസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിന്റെ ഒടുവിൽ എന്ത് വന്നു? സിവിൽ വാർ പുറപ്പെടുവിച്ചു. സിവിൽ വാർ വാസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദ സെഞ്ചുറി. ഇറ്റ് എൻഡഡ് വിത്ത് ദ വിക്ടറി ഓഫ് റൗണ്ട് ഹെഡ്സ്. അതായത് പാർലമെന്റേറിയൻസ് ക്രോംവെൽ സപ്പോർട്ടേഴ്സ്, നമ്മളിപ്പോൾ പറഞ്ഞു ക്രോംവെൽ സപ്പോർട്ടേഴ്സിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? റൗണ്ട് ഹെഡ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരാണ് ആ സിവിൽ വാറിൽ വിജയിച്ചത്. ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ആരായിരുന്നു? കാവലിയേഴ്സ് എന്ന് പറയുന്നത്, അതായത് ചാൾസ് I കിങ്ങിന്റെ സപ്പോർട്ടേഴ്സ്. അവർ രണ്ടുപേരും കൂടിയായിരുന്നു അവിടെ ഫൈറ്റ് നടന്നത്. അവസാനം ആര് ജയിച്ചു? ക്രോംവെൽ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള റൗണ്ട് ഹെഡ്സ് ജയിച്ചു. ഓക്കെ, സോ ക്രോംവെലിന്റെ ഒക്കെ സപ്പോർട്ടേഴ്സ് ആണ് മിൽട്ടൺ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ. സോ ഡിസ്പൈറ്റ് സം ഒപ്പോസിഷൻ ഫ്രം സെവറൽ മോർ മോഡറേറ്റ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, ചാൾസ് I beheaded in 1649. The monarchy was abolished and a commonwealth was created with state and church become one. ഓക്കെ, അപ്പം അവിടെ എന്ത് സംഭവിച്ചു? അദ്ദേഹം താഴെ ഇറങ്ങി, അദ്ദേഹത്തിന്റെ രാജപദവി നഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ എന്ത് നഷ്ടപ്പെട്ടു? ആ ഒരു മൊണാർക്കി അവിടെ അബോളിഷ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഒരു കോമൺവെൽത്ത്, ഒരു കൺട്രി അല്ലെങ്കിൽ കോമൺവെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്ക് ആ ഒരു കൺട്രി മാറി. അതുപോലെ തന്നെ സ്റ്റേറ്റും ചേർച്ചും ഒന്നാവുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായി. ദാറ്റ് ഇസ് കോൾഡ് എസ് പ്യൂരിറ്റൻ ഏജ് എന്ന് പറയുന്നു. ഇനി ആ പ്യൂരിറ്റൻ ഏജിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കൈൻഡ് ഓഫ് ലിറ്ററേച്ചറിനെയാണ് നമ്മൾ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയാം. ആൻഡ് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ മിൽട്ടൺ ബിലോങ്സ് ടു ദിസ് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ. ഈ പ്യൂരിറ്റനെ ബേസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ തീവ്രമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവരങ്ങനെ വളരെ തീവ്രമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. ഇപ്പൊ നമ്മൾ ഈ RSS നമ്മൾ പറയുന്നില്ലേ, അവരെ പോലെ തന്നെ RSS, SDPI, എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലും ഉണ്ടാവുമല്ലോ അങ്ങനെ തീവ്ര നിലപാടുകൾ പോയിക്കൊള്ളുന്ന ആൾക്കാർ. അതിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ മിൽട്ടൺ അല്ലെങ്കിൽ പ്യൂരിറ്റൻ എന്ന് പറയുന്നത്. അതായത് ക്രിസ്ത്യാനിറ്റിയിൽ അടിയുറച്ച് വിശ്വസിച്ചവരായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ കുറെ പ്രോസ് ആൻഡ് കോൺസും അവർ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എന്നോട് ടീച്ചർ പറയുന്ന ഒരു കാര്യമാണ്, ആ ഒരു പർട്ടിക്കുലർ സെന്റൻസ് പറയുമ്പോൾ തന്നെ ഇവരുടെ എത്രമാത്രം ഇവര് ഭയങ്കര തീവ്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത്, വിച്ച് ഇസ് വെരി ക്വൈറ്റ് പേഴ്സണൽ, പക്ഷെ ആ ഒരു ഇത് മനസ്സിലാണ്. കുളിക്കുന്ന സമയത്ത് നമ്മൾ വിവസ്ത്രരാകും അല്ലെ, നമ്മൾ ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് കുളിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നമ്മൾ കാണും, ഡെയിലി കാണും. പക്ഷെ ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ കുളിക്കുന്ന സമയത്ത് സ്വന്തം ശരീരം കാണുന്നത് തന്നെ ഒരു സിന്നാണ്, പാപമാണ് എന്ന് കണക്കാക്കിയിരുന്ന ആൾക്കാരായിരുന്നു. സോ ദാറ്റ് ഇസ് കോൾഡ് എസ് പ്യൂരിറ്റൻ റൈറ്റേഴ്സ് ആൻഡ് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. സോ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓൺ ദ ലൈഫ് ഓഫ് ദ കൺട്രി ഈസ് റിഫ്ലെക്റ്റഡ് ഇൻ ദ ലിറ്ററേച്ചർ ഇൻ ദ ടൈം. പോയിറ്റ്സ് were even grouped according to their political sympathies. They were poets, the followers of Johnson, who were known as the Cavaliers poets in account of their sympathy for the king, and others, the greatest of whom was Milton, who on account of their affiliation to the Puritan cause and the support of Cromwell were called the Roundhead poets എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത്
ഒലിവർ ക്രോംവെൽ അല്ലെ, അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. ചാൾസ് വണ്ണും ഒലിവർ ക്രോംവെല്ലിന്റെ സപ്പോർട്ടേഴ്സും തമ്മിൽ. അങ്ങനെ ചാൾസ് ഹെഡിനെ ബിഹെഡ് ചെയ്തിട്ട് ആര് വന്നു? ഒലിവർ ക്രോംവെൽ വന്നു. അപ്പം ആ ഒരു സാഹചര്യം അവിടെ സ്റ്റേറ്റും ചർച്ചും ഒന്നായി നിൽക്കുക. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ആ ഒരു കാലാവസ്ഥയിൽ, അപ്പം ആ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഈ ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. സോ poets were even grouped according to their political sympathies. Okay, there were poets, the followers of Johnson, who were known as Cavaliers poet, account of their sympathy for the king, and others, greatest of whom was Milton, who account of their affiliation of the Puritan cause. അപ്പം അന്ന് ആ രണ്ട് ചേരികളിലേക്ക് രണ്ടുപേര് തിന്നു. ഒന്ന് കിങ്ങിന്റെ ചാൾസ് വണ്ണിന്റെയും ഒന്ന് റൗണ്ട് ഹെഡ്സ് ആയിട്ടുള്ള ക്രോംവെല്ലിന്റെ സപ്പോർട്ടേഴ്സും. അങ്ങനെ ഈ രണ്ട് ചേരിയിൽ തിരിഞ്ഞ ആൾക്കാർക്കും ലിറ്ററേച്ചർ അത് ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഇവരെ കിങ്ങിന്റെ സൈഡിലേക്ക് ആര് പോയി? ജോൺസനെ പോലുള്ള റൈറ്റേഴ്സ് പോയി, അവരുടെ കവിലിയ പോയിറ്റ്സ് എന്നറിയപ്പെട്ടു. ക്രോംവെല്ലിന്റെ സൈഡിലേക്ക് പോയി മിൽട്ടനെ പോലുള്ള റൈറ്റേഴ്സ്, അവരെ എന്തെന്നറിയപ്പെടുന്നു? ഈ പറഞ്ഞിട്ടുള്ള പ്യൂരിറ്റൻ എഴുത്തുകാർ, പ്യൂരിറ്റൻ റൈറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ദ പീപ്പിൾ ഹു സപ്പോർട്ടഡ് ക്രോംവെൽ വർ കോൾഡ് ആസ് എന്താ? റൗണ്ട് ഹെഡ്സ്. പീപ്പിൾ ഹു സപ്പോർട്ടഡ് കിങ് ദ ചാൾസ് വൺ വാസ് കോൾഡ് ആസ് കവിലിയർ. ഓക്കെ, അവരെ കവിലിയർ പോയിറ്റ്സ് എന്നും ഇവരെ റൗണ്ട് ഹെഡ്സും എന്നും അറിയപ്പെടുന്നു. മനസ്സിലായ? സോ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ അങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്ത്. ദ സ്ട്രഗിൾ ഫോർ ചേഞ്ച് ആൻഡ് ദ ബ്രേക്കപ്പ് ഓഫ് previously existing values evident in the political and social events of time were also apparent in the literary movements preferred during the Commonwealth period. Okay, അപ്പം ആ ഒരു സ്ട്രഗിൾ അവിടെ ഉണ്ടായിരുന്നു, ആ ഒരു ബ്രേക്ക് അവിടെ ഉണ്ടായിരുന്നു. ടു ഗ്രൂപ്പ്സ് ഇൻ പെർട്ടിക്കുലർ ഇൻഡിക്കേറ്റ് ദ ചേഞ്ച് ബ്രോട്ട് അബൌട്ട് ബൈ ദ വിക്ടറി ഓഫ് ക്രോംവെൽ ആൻഡ് പ്യൂരിറ്റൻ കോസ്. ഓക്കെ, അപ്പം അങ്ങനെ അതാണ് അവരുടെ ഒരു വിക്ടറി. അങ്ങനെ ക്രോംവെല്ലിന്റെ വിക്ടറി അവിടെ നടന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് പ്യൂരിറ്റൻ കോസ് അല്ലെങ്കിൽ പ്യൂരിറ്റൻ റൈറ്റേഴ്സ് അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ് ഇസ് കോൾഡ് പ്യൂരിറ്റൻ ഏജ് എന്ന് പറയുന്നു. ആൻഡ് ദ മെറ്റാഫിസിക്കൽ പോയിറ്റ് വിത്ത് ദെയർ നാഷണൽ ആൻഡ് ഇന്റലക്ച്വലൈസ്ഡ് പോയിട്രി ആൻഡ് റൈറ്റേഴ്സ് ലൈക്ക് മിൽട്ടൺ ആൻഡ് ബെനിയൻ റിഫ്ലക്റ്റഡ് ദ സ്റ്റേൺ ആറ്റിറ്റ്യൂഡ് ഓഫ് പ്യൂരിറ്റൻ psyche and ethos then domination the country എന്ന് പറയുന്നു. ആ സമയത്ത് മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് 17th സെഞ്ചുറിന്റെ ഇനീഷ്യലി മെറ്റാഫിസിക്കൽ പോയിട്രി ഡണ്ണ്, അതുപോലെ തന്നെ ആൻഡ്രൂ മാർവൽ ഉൾപ്പെടെയുള്ള ക്രാഷോ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ മെറ്റാഫിസിക്കൽ പോയിറ്റ്സിലുള്ളത്. നമ്മൾ ചോസറിൽ പഠിച്ചിരുന്നു ആരൊക്കെയാണ്. അപ്പം അവരെ പോലുള്ള ഇന്റലക്ച്വലൈസ്ഡ് ആയിട്ടുള്ള പോയിട്രി, അവരെ പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് മിൽട്ടനും അതുപോലെ തന്നെ ബനിയനും, ജോൺ ബനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ. അവരവരുടെ സ്ട്രോങ് ആറ്റിറ്റ്യൂഡ് ഈ പ്യൂരിറ്റൻ സൈക്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഡോമിനേഷൻ ഓഫ് ദി കൺട്രിയെ കുറിച്ചും അവരവരുടെ വർക്കിലൂടെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവിടെയുള്ള റിലീജിയസ് ഇൻഫ്ലുവൻസ്? 17ാം നൂറ്റാണ്ടിലെ റിലീജിയസ് ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് പർട്ടിക്കുലർ 17th century വാസ് എ ടൈം ഡോമിനേറ്റഡ് ബൈ ബോത്ത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി. അതായത് റിലീജിയൻ ആയാലും രാഷ്ട്രീയമായാലും മതമായാലും രാഷ്ട്രീയമായാലും ഒരു വല്ലാത്തൊരു കോൺട്രവേഴ്സിയിൽ നിൽക്കുന്ന സമയമാണ് ഈ 17ാം നൂറ്റാണ്ട് 17th century എന്ന് പറയുന്നത്. ദ റിലീജിയസ് കോറൽ ഇൻ പർട്ടിക്കുലർ പ്രൊഡ്യൂസ് ardent defenders of their faith, both Anglican and Puritan, affected the content and forms of literary production. It was a time of great preachers of mysteries and secret poetry. Above all, it was the period of Bible എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഭയങ്കര മിസ്റ്ററി നിറഞ്ഞതും അതുപോലെ തന്നെ വളരെ സീക്രട്ട് ആയിട്ടുള്ള കവിതകളൊക്കെ എഴുതി വന്നിരുന്ന സമയമാണ്. അതുപോലെ തന്നെയാണ് ദിസ് പ്യൂരിറ്റൻ പീരീഡ് ഇസ് ഓൾസോ നോൺ ആസ് എ പീരീഡ് ഓഫ് ബൈബിൾ. മേ ബി ഒരു ഓവർ പവറിംഗ് ഓഫ് റിലീജിയസ് ബിലീവും അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിലീജിയസ് ബിലീഫും ആ കാലത്ത് ജനങ്ങൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഇസ് ഓൾസോ കോൾഡ് എ പീരീഡ് ഓഫ് ബൈബിൾ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, കുറച്ച് ഫാക്ടുകൾ നമ്മൾ പറയും, ക്ലാസ് കാണുമ്പോൾ മനസ്സിലാക്കുക, ദെൻ റീഡ് ഔട്ട് ദ ടെക്സ്റ്റ് thoroughly, then you will get an idea. കേട്ടോ, ലിറ്ററേച്ചർ ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. നോട്ട്സ് എഴുതുന്നവർക്ക് നോട്ട്സ് എഴുതാം പറയുന്ന സമയത്ത്, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് ടെക്സ്റ്റ് വായിക്കുക. അത്രയാണ് നമുക്ക് ലിറ്ററേച്ചർ ക്ലാസ്സുകൾ. അല്ലാതെ നമുക്ക് ഒരിക്കലും മാത്സ് പഠിക്കുന്ന പോലെ ഒരു ഡെഫിനേഷൻ തരുന്നു, വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, എക്സാമ്പിൾസ് വെച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, then write it in your own words. Fine. Okay, so authorized version had an enormous influence not only in the lives of the Protestant and above all the Puritans, for whom represented a book of law, and but also on the development of English language and English prose forms on account of its concrete, economic and solemn style. Milton and Bennion in particular were greatly influenced by എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓതറൈസ്ഡ് വേർഷനെ കുറിച്ച് പറയുന്നുണ്ട്, ബുക്ക് ഓഫ് ലോയെ കുറിച്ച് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രോസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോൺക്രീറ്റ് ആൻഡ് എക്കണോമിക് സ്റ്റൈൽ, ഒരു ഹൈ പീക്ക് സ്റ്റൈലിലേക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്തു. ഏത് ഈ പ്യൂരിറ്റൻ ലിറ്ററേച്ചറിന്റെ സമയത്ത് തന്നെ. അതുപോലെ തന്നെ മിൽട്ടനെ പോലെയും ബനിയനെ പോലെയൊക്കെയുള്ള ഒരുപാട് റൈറ്റേഴ്സ്, ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സും ആ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇനി നമ്മൾ പഠിക്കുന്നത് മിൽട്ടൺ ആൻഡ് പ്യൂരിറ്റൻ ഏജ് എന്നുള്ളതാണ്. ഭയങ്കര രസമാണ്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽട്ടനെ കുറിച്ച് പഠിക്കുന്നുണ്ട്.
എനിക്ക് ഈ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള റൈറ്റേഴ്സിനൊക്കെ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് ഷേക്സ്പിയറിനൊക്കെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല. ലിറ്ററലി ഐ ഡോണ്ട് ഹാവ് ദറ്റ് എന്താ പറയാ അല്ലെ, നിങ്ങളോടത് പറയാൻ പാടില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഷേക്സ്പിയറിന് ഇപ്പോഴും ഡൈജസ്റ്റ് ആവില്ല മക്കളെ. ഞാൻ എത്ര തന്നെ ഐ വിൽ ട്രൈ ഹാർഡ് ടു സ്റ്റഡി ദാറ്റ് പേഴ്സൺ. ഡ്രാമകളൊക്കെ സോണറ്റുകൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഡ്രാമയൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര, ഒന്നാമത്തെ കുറെ ക്യാരക്ടേഴ്സ്, പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ കഥയും ഡ്രാമയിൽ ഇതൊന്നും ക്യാരക്ടേഴ്സൊന്നും എന്റെ മനസ്സിൽ നിൽക്കില്ല. ഒന്നാമത്തത് ആ ഒരു കോർട്ട്ലി സെറ്റപ്പിൽ എഴുതിയിട്ടുള്ള കഥകളാണ്. ഒരു അരിസ്റ്റോക്രാറ്റിക് ലൈഫ്, അരിസ്റ്റോക്രാറ്റിക് ലവ് സ്റ്റോറി, ഇതൊക്കെ തന്നെയുള്ളൂ. പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു സാധനങ്ങളും ഷേക്സ്പിയറിന്റെ ലൈഫിലോ വർക്ക്സിലോ നമുക്കില്ല. നേരെ മറിച്ച് നമ്മൾ മോഡേൺ പോയിട്രിയിലേക്ക് വരികയാണെങ്കിൽ, റൊമാൻറ്റിക് പോയിട്രിയിലേക്ക് വരികയാണെങ്കിൽ, ദേ ആർ സപ്പോസ് ടു സേ അബൌട്ട് ദിസ് ഹ്യൂമൻ ഇമോഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്പ്രഷൻ അല്ലെ, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ദാറ്റ് വി ക്യാൻ റിലേറ്റ്. പക്ഷെ ഇവിടെ എവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അരിസ്റ്റോക്രാറ്റിക് ലൈഫ് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഷേക്സ്പിയറിന്റെ ഷേക്സ്പിയർ പറയുന്ന മാക്ബത്തും കിങ് ലിയറും ഒതെല്ലും ഒക്കെ നമ്മളൊരു കിങ് ക്യൂൻ സെറ്റപ്പ് കണ്ടിട്ടുണ്ടോ ലൈഫിൽ? നെവർ. ഐ എം എ 90s കിഡ്. ഓക്കെ, 1995 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷെ കഥകളിലോ അല്ലെങ്കിൽ ഈ ചെറിയ കഥകളിലൊക്കെ വായിച്ചല്ലാതെ വി ഹാവ് സീൻ ദിസ് അല്ലെ, നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല, റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തും. എന്റെ പേഴ്സണലി എനിക്കൊരു അഭിപ്രായം വെച്ചാൽ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ലിറ്ററേച്ചർ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ മഗ്ഗപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ലിറ്ററേച്ചറിൽ പറ്റില്ല. നിങ്ങൾ PG എത്തിയും നിങ്ങൾ സ്വന്തമായിട്ട് ഒരുപാട് എഫേർട്സ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വായിക്കാനും എഴുതാനുമുള്ള ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുമ്പോഴാണ് അത് പരീക്ഷയ്ക്കും അതുപോലെ മാർക്കിൽ കാണുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള മഗ്ഗപ്പ് സിസ്റ്റം ഇതിൽ പറ്റില്ല. അപ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കഥയായിട്ടോ കവിതയൊക്കെ ആയിട്ടോ നമ്മുടെ ലൈഫുമായിട്ട് റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരും, പരീക്ഷയ്ക്ക് എഴുതാനും പറ്റും, ഒരിക്കലും മറക്കേയില്ല അല്ലെ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ മിൽട്ടൺ ഓൾമോസ്റ്റ് ഷേക്സ്പിയറിന് പറഞ്ഞ പോലെ തന്നെ, പക്ഷെ രസമാണ് മിൽട്ടൺ പഠിക്കാൻ. നോക്കാം. സോ മിൽട്ടൺ ആൻഡ് ദ പ്യൂരിറ്റൻ ഏജ്. ദ പ്യൂരിറ്റൻ ഏജ് വാസ് എ പീരീഡ് in which the fantasy and imagination of the Tudor and early Stuart time was gradually burning itself out under the pressure of the purifying religious reformers. A new approach of enlightenment and scientific discovery was developing in which the ambiguity, sophistication and ornament of the Tudors and the sensual intellectualized wit of the metaphysical poet was out of place. A new attitude was gradually growing in the literary scene that called for clarity, discipline and balance എന്ന് പറയുന്നു. അപ്പോൾ മിൽട്ടൺ ആൻഡ് പ്യൂരിറ്റൻ ഏജ് എന്ന് പറയുന്ന സമയത്ത് മിൽട്ടന്റെ എഴുത്തുകളെ എപ്പോഴും ദി ഗ്രാൻഡ് സ്റ്റൈൽ എന്നാ പറയാ. നമുക്ക് ഇനി കാണാൻ പറ്റും ദി ഗ്രാൻഡ് സ്റ്റൈൽ എന്നാ പറയാം. അപ്പൊ ഭയങ്കര രസത്തിൽ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് മിൽട്ടൺ എഴുതാറുള്ളത്. മിൽട്ടനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. മിൽട്ടൺ ഈ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ മിൽട്ടന് കണ്ണ് കാണില്ലായിരുന്നു. ഒരു ചെറുപ്പത്തിൽ കാഴ്ചശക്തി ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചശക്തി തന്നെ പോയി, എന്തൊരു അസുഖം വന്നിട്ട്. പിന്നീട് അദ്ദേഹം ഈ പാരഡൈസ് ലോസ്റ്റ് പോലുള്ള എപ്പിക് 12 ബുക്കുകളുള്ള ഒരു എപ്പിക് എഴുതുന്നത് ഇൻ ബ്ലൈൻഡ്നെസ് ആണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വായിച്ചിരുന്നു ഞാൻ എവിടെയോ ഈ മിൽട്ടൺ ബ്ലൈൻഡ് ആണെന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ മറ്റേ ബിത്തോവനും അതുപോലെ തന്നെ ഹെലൻ കെല്ലറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ മിൽട്ടന്റെ കേസിൽ ഞാൻ എവിടെയോ വായിച്ചതായിട്ടൊരു ഓർമ്മ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. പിന്നീട് PGക്ക് നെറ്റിനൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ആൻഡ് ഹി റോട്ട് ദിസ് 12 books of Paradise Lost while he was blindness എന്ന് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയത് അല്ലെ. സോ ദ അൺഡിസിപ്ലിൻഡ് ഇൻഡിവിജ്വലിസം, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും സ്റ്റുവാർട്സിനെ കുറിച്ചും ഒക്കെ മിൽട്ടൺ എഴുതുമായിരുന്നു. മിൽട്ടൺ വാസ് എ മാൻ ഓഫ് ഏജ്, committed interrupted for more than 20 years his great literary dream of writing an epic. അങ്ങനെ ഏകദേശം അദ്ദേഹത്തിന്റെ 20 വർഷത്തോളം എടുത്തൊരിതാണ് അദ്ദേഹം അത്രയും ഭയങ്കര ഒരു ഗ്രേറ്റ് എപ്പിക് എഴുതുക എന്നുള്ളത്. അദ്ദേഹം ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ് ആൻഡ് ഹി ഈസ് ടു ബി റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ 3 or 4 ബെസ്റ്റ് പോയിറ്റ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ 3 or 4 ബെസ്റ്റ് പോയിറ്റ് എന്നുള്ളതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 മിൽട്ടൺ ആയിരിക്കും എന്ന് പറയുന്നു. സൂപ്പർ ബ്ലെൻഡിങ് ഓഫ് റാഷണൽ കൺട്രോൾ ആൻഡ് ഇമാജിനേറ്റീവ് അതോറിറ്റി. അദ്ദേഹത്തിന്റെ കവിതകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണൽ ബ്ലെൻഡിങ്ങും അതുപോലെ തന്നെ ഇമാജിനേറ്റീവ് അതോറിറ്റിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് മിൽട്ടൺസ് പോയിട്രി എന്ന് പറയുന്നത്. ഹിസ് എപ്പിത്തറ്റ്സ് വർ വെരി റിനൗണ്ട് ആൻഡ് esteemed as called as Miltonic. This is seen in the opening scene of Paradise Lost. അപ്പം ആ ഒരു മിൽട്ടോണിക് സ്റ്റൈൽ നമുക്ക് പാരഡൈസ് ലോസ്റ്റിന്റെ ഓപ്പണിംഗിൽ കാണാൻ പറ്റുന്ന പറയുന്നത്. The scenes of hell are appealing but it lacks dramatic sense. A epic poem should be purely impersonal, but Milton's deals with the spirit of man himself. He is the most sublime and inspiring of English poets, and Matthew Arnold called his style as the ഗ്രാൻഡ് സ്റ്റൈൽ. സോ ഹൂ കോൾഡ് മിൽട്ടന്റെ സ്റ്റൈലിനെ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മാത്യു ആർണോൾഡ്. നിങ്ങൾക്ക് 1 word ക്വസ്റ്റ്യൻ ഒന്നും വരില്ല.
എന്നാലും നിങ്ങൾക്ക് എഴുതാലോ. സോ ദർ ഇസ് യുണീക്നെസ് ഇൻ ഓൾ ഹി റൈറ്റ്സ്. എന്തുകൊണ്ടാണ് ഒരു ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് വിശേഷിപ്പിച്ചത് ആർണോൾഡ്? അതായത് അദ്ദേഹം എന്ത് എഴുതിയാലും അതിലൊരു യുണീക്നെസ് ഉണ്ടാവും, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. ദാറ്റ് ഇസ് മിൽട്ടൺ. ആൻഡ് all he writes, they are extraordinary. The loftiness and his moral solemnity make one to feel as if he is in the presence of one whose soul was like a star and dwelt apart എന്ന് പറയുന്നു. That is characters of Milton's poetry. അപ്പൊ നന്നായിട്ട് നിങ്ങൾ നോക്കണം. Other poets and prose writers, Caroline poetsum ആ കാലഘട്ടത്തിൽ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ there were ideological attempts to regulate desire and distinct focus on the creation of a public persona. These cries led to anxieties about gender, performance and body. Caroline poets were a group of verse writers in the reign of Charles II. Charles II ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു Caroline poetsനെ കുറിച്ച് പറയുന്നത്. And they were always secular and some religious എന്ന് പറയുന്നത്. പിന്നെ ഒരു വേറൊരു റൈറ്റർ ആണ്, ഇമ്പോർട്ടന്റ് ഓഫ് ദം ആർ റോബർട്ട് ഹെറിക്. ഏതിലെ ഈ Caroline poetsലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററിന്റെ പേരാണ് റോബർട്ട് ഹെറിക് എന്ന് പറയുന്നത്. അദ്ദേഹം സെക്യുലർ ആണ്, അതുപോലെ തന്നെ റിലീജിയസ് പോയിട്രി എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. The poems are miscellaneous in character, compromising, addressed to friends, fairy poems, occasional poems on all sorts of subject and many love poems എന്ന് പറയുന്നു. ഓക്കെ, ഇനി ജസ്റ്റ് നമുക്ക് മെൻഷൻ ചെയ്യാം ആ പോയിറ്റ്സ് ആരൊക്കെയാണെന്നുള്ളത്. കവിലിയാർ പോയിറ്റ്സിന്റെ ഗ്രൂപ്പിൽ പെടുന്നിട്ടുള്ള ആൾക്കാരാണ് തോമസ് കാരിയോ, ജോൺ സക്ലിംഗ്, റിച്ചാർഡ് ലവ്ലേസ്, ആൻഡ്രൂ മാർവൽ. കെറോലിൻ പോയിറ്റിൽ വരുന്നതാണ് ജോർജ് ഹെർബർട്ടും റിച്ചാർഡ് ക്രാഷും ഹെൻറി ബോഗനും. അപ്പം ഇതിൽ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കെറോലിനും കെവിലിയർ പോയിറ്റ്സിലെയും ആൾക്കാര് they also belong to another ഒരു കാറ്റഗറിയിൽ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. അപ്പം എന്തുകൊണ്ടാണ് ഇവർ കെറോലിനിലും കെവിലിയാറിലും വന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് why is they? Because അവര് ഈ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരും റൗണ്ട് ഹെഡ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോയതാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. മനസ്സിലായോ? ഓക്കെ. So Abraham Cowley and the metaphysical poets demands a little more attention, both because he was in his own day considered the greatest of English poets, and he is usually regarded as a chief representative of metaphysical school, which we have seen took in the work of John Donne. അപ്പോൾ സാധാരണയായിട്ട് അബ്രഹാം കൗലി നമ്മൾ മെറ്റാഫിസിക്കൽ പോയിറ്റ് ആയിട്ടാണ് അദ്ദേഹത്തിന് ടാഗ് ചെയ്യപ്പെടുക. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ ചീഫ് റെപ്രസെന്റേറ്റീവ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ മെറ്റാഫിസിക്കൽ വാസ് ഫസ്റ്റ് applied by the school of Samuel Johnson, and metaphysical poets were men of learning. അവരെ men of learning എന്ന് അറിയപ്പെടുന്നത്. അതൊക്കെ നമ്മൾ ഓൾറെഡി ചോസറിന്റെ വർക്കിൽ നമ്മൾ ചോസർ ടു എലിസബത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. Their work is packed with affection, conceit in their effort to surprise the boldness and novelty of the images they indulge in strained metaphors, far-fetched similes. ഓക്കെ, അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി മിൽട്ടന്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മിൽട്ടന്റെ പേഴ്സണൽ ലൈഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവാ. മിൽട്ടൺ 17th സെഞ്ചുറിയിലെ ഒരു ലിറ്റററി പേഴ്സണാലിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് പാരഡൈസ് ലോസ്റ്റ്. ഒരു ലെൻഡർ ഫാമിലിയിലാണ് മിൽട്ടൺ ജനിച്ചത്. ഒരു സെന്റ് പോൾസ് he entered Cambridge where he first began to develop his literary talents, writing poetry on sacred themes in Latin, Italian and English. ഈ ഭാഷകളൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു. അതിലൊക്കെ അദ്ദേഹം കവിത എഴുതുമായിരുന്നു എന്ന് പറയുന്നു. സോ അദ്ദേഹത്തിന്റെ ആ ഒരു യൂണിവേഴ്സിറ്റി പഠനം കഴിഞ്ഞപ്പോൾ ഗ്രീക്കും ലാറ്റിൻ ലിറ്ററേച്ചറും അദ്ദേഹം നന്നായിട്ട് പഠിച്ചു. ആൻഡ് മിൽട്ടൺ ഓൾമോസ്റ്റ് അബ്രോഡ് 2 വർഷത്തോളം ട്രാവൽ ചെയ്തു എന്ന് പറയുന്നു. കൂടുതലും ഇറ്റലിയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് അദ്ദേഹം ഗലീലിയോനെ കാണുന്നത്. അങ്ങനെ അതിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ഒരു ആർട്ടൂറിയൻ തീമിൽ ഒരു എപ്പിക് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആൻഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് ഹിസ് ടൈം വാസ് സ്പെൻഡ് ഓൺ റൈറ്റിംഗ് പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ്. ഒരുപാട് പാംഫ്ലെറ്റ്സ് എഴുതിയിരുന്നു. അതുപോലെ തന്നെ ടേക്കിംഗ് പാർട്ട് ഇൻ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. ഹി എൻഗേജ്ഡ് ഇൻ ടയർലെസ് ഡിഫൻസ് ഓഫ് റിലീജിയസ്, സിവിൽ ആൻഡ് ഡൊമസ്റ്റിക് ലിബർട്ടീസ്, ടേക്കിംഗ് an active part in the Commonwealth by becoming Cromwell's Latin secretary. And after the restoration, however, the public life was finished, and following a period of imprisonment, he retired to private life where he wrote Paradise Lost. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു പീരീഡിന്റെ ഭാഗമാവുന്നത്. കുറെ പൊളിറ്റിക്കൽ പാംഫ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇനി ഒരു ചെറിയ ചെറിയ മാഗസിൻ പോലുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ടും എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ആക്റ്റീവ്ലി എന്തിലേക്ക് ഈ പൊളിറ്റിക്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഒലിവർ ക്രോംവെലിന്റെ ഭാഗമാവുന്നത്, അദ്ദേഹത്തിന്റെ സപ്പോർട്ടർ ആവുന്നത്. അങ്ങനെ അവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയി മാറി, ക്രോംവെലിന്റെ സെക്രട്ടറി ആയി മാറി അദ്ദേഹം. ആൻഡ് ആഫ്റ്റർ ദ റെസ്റ്റോറേഷൻ ആ ഒരു സമയത്ത് ആണ് അദ്ദേഹം ഈ ഒരു ഇംപ്രസന്റ് ആവുകയാണ്, ജയിലിലേക്ക് പോകുക. അവിടെ നിന്ന് വെച്ചിട്ടാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു പ്രൈവറ്റ് ലൈഫ് അദ്ദേഹം ലീഡ് ചെയ്യാണ്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പാരഡൈസ് ലോസ്റ്റ് എഴുതുന്നത്. ആസ് യു ഓൾ നോ, പാരഡൈസ് ലോസ്റ്റിൽ 12 ബുക്സ് ആണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥ, എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. ആഡം ആൻഡ് ഈവ് അല്ലെ, ക്രിസ്ത്യൻ റിലീജിയനിലും മുസ്ലിം റിലീജിയനിലും ആ ഒരു
ഒരു പർട്ടിക്കുലർ സ്റ്റോറി നമ്മൾ പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നു. ഇവിടെ ആഡം ആൻഡ് ഈവ് ആണെങ്കിൽ അവിടെ ആദമും ഹവ്വയുമാണ്, അങ്ങനെ ഒരു സ്റ്റോറി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആ സ്റ്റോറി. അങ്ങനെ അവര് അവിടേക്ക് പോകുന്നു, ഇവരോട് പറയുന്നു ഒരിക്കലും ആ ഒരു ഇതിലത്തെ കനി ഭക്ഷിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ അവര് ഈവിന്റെ ആ ഒരു സാത്താന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഈവിനോട് പറഞ്ഞു, ഈവ് പറയുന്നത് ആദമും ചെയ്യുന്നു. അങ്ങനെ അവസാനം ആ ഒരു ആപ്പിൾ ഒരു ഫ്രൂട്ട് എന്നാ പറയുന്നത്, അതെടുത്ത് കഴിക്കുന്നു. അങ്ങനെ അവരുടെ ആ ഒരു സെക്ഷൽ ഇത് പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവിടുന്ന് അവരെ എക്സ്പെൽ ചെയ്യാണ്, ഇവിടുന്ന് സ്വർഗത്തിൽ നിന്ന് പാരഡൈസിനെ എക്സ്പെൽ ചെയ്യാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു ബേസിക് സ്റ്റോറി എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊരു ഭയങ്കര എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറിയാണ്, കാരണം ഇതൊരു ബിബ്ലിക്കൽ റെഫറൻസ് ഉണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് അറിയുന്ന സ്റ്റോറിയാണ്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോറിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് 12 പുസ്തകങ്ങളാക്കി എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മിൽട്ടൺ. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ആസ് പാരഡൈസ് ലോസ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ബുക്കിൽ എന്താ പറയുന്നതെന്ന് പറയാം. ഇതിൽ ആദ്യം ആദം ആൻഡ് ഈവിന്റെ ഫാളിനെ കുറിച്ച് ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്, ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. പിന്നെ ആ സീൻ ഓപ്പൺ ചെയ്യുന്നത് സാറ്റൻ ലൈൻ ഡേസ്ഡ് ഇൻ ബേണിംഗ് ലൈക്ക്. ഓക്കെ, ഒരു ബേണിംഗ് ലൈക്കിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് കിടക്കുന്നത്. ആൻഡ് Satan assemble has fallen legions on the shore where he revives their spirit by his speech. They set to building palace called Pandemonium. There are the high ranking angel assemble in the court എന്ന് പറയുന്നു. അപ്പൊ അവിടെ ആ ഒരു സെറ്റിംഗ് കാണിക്കുകയാണ്. രണ്ടാമത്തെ ബുക്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം അതിന് സമ്മറിയാണ്. നമുക്ക് ഒരു പുസ്തകം ഒന്നായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞു വെക്കുക. നിങ്ങളോട് ബുക്ക് 1, 2 എന്താണെന്നുള്ളത് ചോദിക്കില്ല, മറിച്ച് ആസ് എ ഹോൾ ആണ് നമ്മളോട് ചോദിക്കുക. അത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബുക്ക് 2 അവരൊരു ഡിബേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഒരു തേർഡ് പ്രപ്പോസലിനെ കുറിച്ച് പറയുന്നുണ്ട്. സേറ്റൻ ആ ഒരു ലോകം ചുറ്റുന്ന ഒരു ഇതിലേക്ക് പോകുന്നു. ഹി എൻകൗണ്ടർ സിൻസ് ആൻഡ് ഡെത്ത് ഓഫ് ഹിസ് ഓഫ്സ്പ്രിംഗ് ആൻഡ് ഗാർഡിങ് ഹെൽസ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സേറ്റൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ആള്, ഹെല്ലിന്റെ ആള് എന്ന് പറയുന്നത്. അപ്പൊ സേറ്റൻ വരുന്നു, അങ്ങനെ സേറ്റൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ സേറ്റൻ ഇങ്ങനെ നടക്കുകയാണ്, ആരെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട്. And sin unlocks the gates and Satan embarks on his passage across the great gulf of Athos between heaven and hell till he sights a new universe floating near the larger globe which is heaven എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ ഗോഡ് ഇങ്ങനെ കാണുകയാണ്, സേറ്റൻ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണുകയാണ്. അപ്പൊ മനസ്സിലായി ഒരു ഈവൽ മിഷൻ അവനുണ്ട്, അവൻ ഇനി ആൾക്കാരനെ വന്ന് ഇവിടെയുള്ള ആൾക്കാർ മെല്ലിനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഗോഡ് എന്ത് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഗ്രേസും മേഴ്സിയും ആൾക്കാർക്ക് ഇതാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൊടുക്കും. അങ്ങനെ his son who sits at his right hand freely offers to sacrifice himself for man's salvation, causing the angels to celebrate in songs of praise. Meanwhile, Satan alights upon her outshell of new creation where he finds an opening to the universe within. He flies down to the sun upon which an angel Uriel stands guard disguised as a cherub. Satan pretends he has to come to praise God's now creation and thereby takes the angel into showing him to the way to man's home എന്ന് പറയുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ആൾക്കാരെ കാണുന്നു, അവിടുന്ന് ആൾക്കാരോട് ഞാൻ പുതിയ ക്രിയേഷന് കാണാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയുള്ള ഏഞ്ചൽസിനോടൊക്കെ അങ്ങനെ തർക്കിക്കുന്നുണ്ട്. അങ്ങനെ ഈസിലി ആ ഒരു എന്താ പറയാ ഗാർഡൻ ഓഫ് പാരഡൈസിന്റെ എൻട്രൻസ്, അതായത് സ്വർഗത്തിലേക്കുള്ള വാതിലിൽ കൂടെ അങ്ങനെ കിടക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ബ്യൂട്ടി കണ്ടിട്ട് ഭയങ്കര അതിശയപ്പെടുന്നുണ്ട് ആര്, നമ്മുടെ സേറ്റൻ. അങ്ങനെ ആഡം ആൻഡ് ഈവിനെ കാണുന്നു, ഹു എക്സൈറ്റ് ഗ്രേറ്റ് envy in him at their happy state. അങ്ങനെ ആഡം ആൻഡ് ഈവിനെ കാണുന്ന സമയത്ത് ഇവനൊരു കുശുമ്പ് തോന്നുകയാണ്, കാരണം അവരുടെ ആ ഒരു ഹാപ്പി സ്റ്റേറ്റ് കണ്ടിട്ടാണ്. He overhears the speak of God's command and they should not eat the fruit of tree of knowledge good and evil under penalty of death, and thereby plots to cause them to transit. Uriel becomes suspicious, comes to warn Gabriel and his angels who are guarding the gate of fire. അങ്ങനെ ഇതിനുള്ളിൽ കയറ്റിയതിന് വേണ്ടിയിട്ട് യൂറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏഞ്ചൽ ഇവരോട് ഗബ്രിയലിനോടൊക്കെ അടി ഉണ്ടാക്കുന്നുണ്ട്. And that evening 2 scouts sent by Gabriel and find Satan whispering in the ear of Eve as she sleeps next to her husband. The scouts apprehend and bring Satan to Gabriel who banish him from Eden. അങ്ങനെ ഈ വ്യക്തി എന്ത് ചെയ്തറിയോ, അവിടെ പോയിട്ട് ആൾക്കാരോട് സംസാരിക്കുക, അവരുടെ ചെവിയിൽ, ഈവിന്റെ ചെവിയിൽ പോയിട്ട് ഓരോന്ന് സംസാരിക്കുക. അപ്പോ ഗബ്രിയേൽ എന്ത് ചെയ്തു പറഞ്ഞാൽ 2 ആൾക്കാരെ പറഞ്ഞയച്ചു. ഗബ്രിയേൽ അവിടെ പോയി 2 ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് അവൻ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കാരണം യൂരിയൽ അവരോട് വിലക്കി, ഇങ്ങനെയാണ് സംഭവം, അവൻ ഭയങ്കര ശത്രുവാണ്, നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പോയി പിടിച്ചുകൊണ്ട് വന്നു. നെക്സ്റ്റ് മോർണിംഗ് ഈവ് റിലേറ്റ്സ് ടു ആഡം എ ട്രബിൾസം ഡ്രീം ആൻഡ് കംഫർട്ടഡ് ഹിം. അങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ട് ഈവ് പറയുന്നുണ്ട്. സോ ഗോഡ് സെൻസ് ദ ഏഞ്ചൽ റാഫേൽ ടു വിസിറ്റ് ദ കപ്പിൾ ടു വാൺ ഓഫ് ദെയർ എനിമി. അങ്ങനെ ഗോഡ് എന്ത് ചെയ്യും, കാണുന്നുണ്ട്, റാഫേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏഞ്ചലിനെ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഇന്നലെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആള് നിങ്ങളുടെ എനിമിയാണ്, ഡോണ്ട് ഫോളോ ഹിം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ
അവരത് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഏഞ്ചൽ അറൈവ് ആൻഡ് ഡൈൻസ് വിത്ത് ദം ദെൻ റിലേറ്റ്സ് ദം ടു ഹിസ്റ്ററി ഓഫ് സേറ്റൻസ് ഫാൾ. അങ്ങനെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് സേറ്റന്റെ പ്രശ്നം, സേറ്റൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹൗ ജെലസി അഗെയിൻസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ലെഡ് ഹിം ടു ഇൻസൈറ്റ് ഓൾ ദോസ് ഇൻ ചാർജ് ടു റെബൽ അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് ഹൗ വൺ ഏഞ്ചൽ എബിഡിൽ റെസിസ്റ്റഡ് ആൻഡ് റിമൈൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്തത് ബുക്ക് നമ്പർ 6 പറയുന്നത് റാഫേൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. wounded and disastrous Satan and his power retreat during the night they invent weapons resembling cannons. അങ്ങനെ ഈ ഇദ്ദേഹത്തിനെ തടുക്കാൻ വേണ്ടി ഒരു വെപ്പൺസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവിടെ ഒരു മിഷിഹ son into war riding into the flaming chariot Mishia drives the rebels out of heaven and down in hell എന്ന് പറയുന്നു. അടുത്ത ബുക്കില് ബുക്ക് നമ്പർ 7-ലും 8-ലും റാഫേൽ then relates to Adam how God sent his son to create a new world and new creators to fill the place left by the fallen angels. The 6 days of creation are prescribed എന്ന് പറയുന്നു. അടുത്ത ബുക്ക് നമ്പർ 8-ൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ആഡം ആ ഒരു ഏഞ്ചലിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു റാഫേലിനെ പോലെ. ആൻഡ് ഇറ്റ്സ് ക്രിയേറ്റേഴ്സ് ഗാർഡൻ ഓഫ് ഈവൻ ഹിസ് ഫസ്റ്റ് മീറ്റിംഗ്സ് ആൻഡ് മാരേജ് ടു ഈവ് ആഫ്റ്റർ റിപ്പീറ്റിംഗ് ഹിസ് വാർണിംഗ് ടു ഏഡം ദ ഏഞ്ചൽ ഡിപ്പാർട്സ് എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടാളും വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ഏഞ്ചൽ വീണ്ടും റാഫേൽ വീണ്ടും ഇവർക്ക് ആ ഒരു ഇത് കൊടുക്കുകയാണ് കേട്ടോ, നിങ്ങൾ അയാൾ ഭയങ്കര ഒരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. പക്ഷെ അവര് അത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. സോ അങ്ങനെ ബുക്ക് നമ്പർ 9-ലാണ് ഭയങ്കര ക്രൂഷ്യലായിട്ട് കഥ നടക്കുന്നത്. ഏതിലാന്ന് വെച്ചാൽ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് നമ്പർ 9-ലാണ്. ഇതിൽ സേറ്റൻ വീണ്ടും എർത്തിലേക്ക് വരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് പിന്നെയും ഇതൊക്കെ ആക്കുന്നു. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് വെൻ ആഡം ആൻഡ് ഈവ് ഗോ ഫോർത്ത് ദെയർ ഗാർഡനിങ് ടാസ്ക് ഈവ് സജസ്റ്റ് ദേ ഗോ ഇൻ സെപ്പറേറ്റ് ഡയറക്ഷൻ വിത്ത് ഗ്രേറ്റ് റിസർവേഷൻ എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടാളും സ്വർഗത്തിലെ 2 സ്ഥലത്ത് ഇങ്ങനെ നടക്കുകയായിരിക്കും ഒരുമിച്ചിട്ട്, ഗാർഡനിങ് ടാസ്കിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഇവർ പറയും നമുക്ക് രണ്ടാക്കും 2 വഴിക്ക് പോവാം എന്ന് പറയും. ഈവാണ് പറയുന്നത് സെപ്പറേറ്റ് ഡയറക്ഷനിലേക്ക് പോവാന്ന്. അങ്ങനെ പെട്ടെന്നാണ് സെർപ്പന്റ്, ഒരു പാമ്പ് പോലുള്ളൊരു ഈ ആക്ച്വലി സേറ്റൻ ആണ് ഇവൻ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഷീ സർപ്രൈസ് ടു ഫൈൻഡ് ദ ക്രിയേറ്റർ ക്യാൻ സ്പീക്ക് ആൻഡ് സൂൺ ഇൻഡ്യൂസ്ഡ് ബൈ ഹിം ടു ഈറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ. അവിടെയാണ് സംഭവം നടക്കുന്നത്. അങ്ങനെ ഈ ഒരു സെർപ്പന്റ് അവിടേക്ക് വരും. അങ്ങനെ ഈ ഒരു ജീവിക്ക് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് ഈവിനെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഇവ എന്താ പറയുന്നത്, നേരെ ആ ഒരു മരത്തിലെ കായ് ഭക്ഷിക്കാനാണ് പറയുന്നത്. അങ്ങനെ ഒരു ഫോർബിഡൻ ട്രീ ആണ്, അവരോട് ഇത് പറഞ്ഞിട്ടില്ല, അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീ ആണ്. അങ്ങനെ ആഡം ഹൊറിഫൈ ചെയ്യുന്നു. ഹി ഫൈൻഡ്സ് വാട്ട് ഷി ഹാസ് ഡൺ അറ്റ് ലെങ്ത് resigns himself to share her fate rather than be left without the and eat the fruit also എന്ന് പറയുന്നു. അങ്ങനെ അത് കഴിക്കാൻ വേണ്ടി പറയാണ്. ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് their arose with the lust and lay together. അതായത് അവരുടെ ആ ഒരു സെക്ഷൽ ഓർഗൻസ് എല്ലാം പുറത്തേക്ക് വന്നു എന്ന് പറയുന്നു. ആൻഡ് ദെൻ ഫോൾ ടു റെസ്റ്റ്ലെസ് സ്ലീപ്പ്. അങ്ങനെ അവർ ഉറക്കത്തിലേക്ക് ആണ്ട് പോവാണ്. അവർ എഴുന്നേറ്റ സമയത്താണ് അവരുടെ നേക്കഡ്നെസ്സും ഷെയിമും അവർക്ക് പുറത്തേക്ക് മനസ്സിലായത്. ആൻഡ് ദേ കവർ ദംസെൽഫ് വിത്ത് ദ ലീവ്സ്. അതുവരെ അവർക്ക് അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് കഴിച്ചപ്പോഴാണ് അവർക്ക് അതുള്ളിലുള്ളത് പുറത്തു വന്നത്. അങ്ങനെ അവർ അവരുടെ നേക്കഡ്നെസ് കവർ ചെയ്യാൻ വേണ്ടി ഇലയൊക്കെ ഉപയോഗിച്ച് അവർ കവർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇൻ ദിയർ ഇമോഷണൽ ഡിസ്ട്രസ് ദേ fall into mutual accusation and blame. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് ചെയ്തത്, പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഗാർഡിയൻ ഏഞ്ചൽ ഹെവനിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു മാന്റെ ഫെയിലിയറിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അവരോട് പറയുന്നു എന്തിനാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളെ എർത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് പറയുന്നത്. ദെൻ ഇൻ പിറ്റി ഹി ക്ലോത്ത്സ് ദം ബോത്ത്. അങ്ങനെ ക്ലോത്ത്സ് കൊടുക്കുകയാണ് അവർക്കെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഗേറ്റ് ഓഫ് ഹെല്ലിൽ വെച്ചിട്ട് എന്താ പറയാ ആ ഒരു സേറ്റന്റെ സക്സസിലേക്ക് എത്തിയതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കുറ്റം പറയുക ചെയ്യുന്നത്. ഹി ആഷ്ലി റിജക്ട്സ് ഈവ് അറ്റംപ്റ്റ് ടു കൺട്രോൾ ഹിം. ഷീ persists and wins his forgiveness and she possesses they commit suicide. But Adam reminds God's promise that her seed should wreak vengeance upon the serpent എന്ന് പറയുന്നത്. അതായത് സൂയിസൈഡ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നു. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ആദമാണ് ഈവിനോട് പറയുന്നത്. ഇനി ലാസ്റ്റ് ബുക്ക് നമ്പർ 11 വരുന്ന സമയത്ത് ഗോഡ് സെൻസ് മൈക്കിൾ ആൻഡ് ഹിസ് ബാൻഡ് ടു എക്സ്പെൽ ദ sinning pair from paradise, but first to reveal to Adam future events resulting from his sin. The angel descends to Eden with news of their expulsion, causing him to withdraw in tears. Michael leads Adam up a high hill, where he sets before him in vision that what shall happen till the great flood എന്ന് പറയുന്നു. അങ്ങനെ ഗോഡ് മൈക്കിളിനെ സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് പാരഡൈസിൽ നിന്നും അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ പറയുന്നു. അങ്ങനെ ഫ്യൂച്ചർ ഇവന്റ്സിനെ കുറിച്ച് പറയുന്നു. അവർ
ചെയ്തിട്ടുള്ള സിന്നിന്റെ റിസൾട്ട് ആണ് ഇത് എന്നുള്ളതും അവരെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബുക്ക് 12 ലാസ്റ്റ് ബുക്കില് മൈക്കിൾ കണ്ടിന്യൂസ് ഇൻ പ്രൊഫസി ഫ്രം ദ ഫ്ലഡ് ബൈ ഡിഗ്രീസ് ടു എക്സ്പ്ലെയിൻ ഹൂ സീഡ് ഓഫ് വുമൺ ആൻഡ് ഒരു സേവിയർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഡം വാസ് റീകംഫർട്ടഡ് ബൈ ദിസ് ലാസ്റ്റ് റിവലേഷൻ ആൻഡ് റിസോൾവ് ഫെയ്ത്ത്ഫുൾ ഒബീഡിയൻസ്. അങ്ങനെ അവര് ഇതിലേക്ക് വരികയാണ്, അവർക്ക് വേറെ ഇതൊന്നുമില്ല. ആൻഡ് ഹു വാസ് weakened by gentle sleep reconfirmed in elegance to her husband. A flaming sword is placed to bar the gates behind them. Adam and Eve are sent away from the paradise. അങ്ങനെ അവിടുന്ന് അവരെ പാരഡൈസിൽ നിന്നും തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് പാരഡൈസ് ലോസ്റ്റ് ബൈ മിൽട്ടൺ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെ അടുത്ത പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോൺ ഡ്രൈഡന്റെ മെക്ഫ്ലെക്നോ ആണ് കേട്ടോ. മെക്ഫ്ലെക്നോ ഇസ് അനദർ പോയം. മെക്ഫ്ലെക്നോയിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സോ ജോൺ ഡ്രൈഡനും ജോൺ മിൽട്ടണും ഇവരാണ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോയിറ്റ് ഓഫ് 17th century എന്ന് പറയുന്നത്. ആൻഡ് അതർ ഫിഗേഴ്സ് സച്ച് as ജോർജ് ഹെർബർട്ട് and Andrew Marvell or William Wycherley or William Congreve may figure more prominently in anthologies in literary histories. After Shakespeare, he wrote the greatest heroic play of the century, The Conquest of Ghana, and the greatest tragic comedy. He wrote the greatest tragedy of Restoration, All for Love. അപ്പൊ ആദ്യം നമ്മൾ ഡ്രൈഡനെ കുറിച്ച് പറയാണ്. ഡ്രൈഡനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ്. നാഷണൽ പോയിറ്റ് ലെവലിലേക്കൊക്കെ ആ കാലഘട്ടത്തിൽ ആദ്യത്തെ നാഷണൽ പോയിറ്റ് അറിയപ്പെടുന്നത് ഡ്രൈഡൻ ആണ്. ഡ്രൈഡന് ഭയങ്കര ഒരു മാസ്റ്ററി ലാംഗ്വേജ് ഡ്രൈഡന്റെ കയ്യിലുണ്ട്. നമ്മൾ മിൽട്ടന്റെ ഗ്രാൻഡ് സ്റ്റൈൽ ഒക്കെ പറയുന്ന പോലെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പെക്യുലാരിറ്റീസ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള രീതികൾ ഉണ്ടാവും. അപ്പൊ അതിൽ പെടുന്ന ഒന്നാണ് ഡ്രൈഡൻ. ആൻഡ് ഡ്രൈഡനെ പറയുന്ന സമയത്ത് ദേ ബിലോങ് ടു അഗസ്റ്റിൻ ഏജ്. ഡ്രൈഡനും അതുപോലെ തന്നെ അലക്സാണ്ടർ പോപ്പും, നമ്മൾ അലക്സാണ്ടർ പോപ്പ് പഠിക്കുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരുടെ ഒരു പ്രത്യേക കഴിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സറ്റാറിക്കൽ റൈറ്റിംഗ് ആണ് ഇവർ കൂടുതലായിട്ട് നടത്തുന്നത്. അതായത് ഒരു മോക്ക് ഹീറോയിക് എപ്പിക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അതായത് കളിയാക്കുന്ന രീതിയിൽ ആക്ഷേപഹാസ്യം നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവില്ലേ, അതാണ് ഇവരുടെ ഒരു എഴുത്തിന്റെ രീതി. ഇവരുടെ മിക്കവാറും എഴുത്തും ഏകദേശം അതിന് ചുറ്റിപ്പറ്റിയാണ്. ആൻഡ് ജോൺ ഡ്രൈഡൻ ഇസ് ഓൾസോ ക്രിട്ടിക്. ഒരുപാട് ക്രിറ്റിസിസം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ആസ് എ ക്രിട്ടിക് ഹി ഡെവലപ്ഡ് എ കോമ്പിനേഷൻ ഓഫ് മെത്തേഡ്സ്, ഹിസ്റ്റോറിക്കൽ, അനലിറ്റിക്കൽ, ഇവാലുവേറ്റിക്, ഡയലോഗിക്. അപ്പം അദ്ദേഹം ഒരു ക്രിറ്റിസിസം എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് ആയിരിക്കും ഒരു അനലിറ്റിക്കൽ പോലെയല്ല, മറിച്ച് ഹിസ്റ്റോറിക്കൽ ആണ്, അനലിറ്റിക്കൽ ആണ്, ഇവാലുവേറ്റീവ് ആണ്, ഡയലോഗിക് ആണ്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ന്യൂ ക്ലാസിക്കൽ തിയറി ഓഫ് ലിറ്ററസിൽ നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ ആസ് എ ട്രാൻസ്ലേറ്റർ, സോ അദ്ദേഹം ഒരുപാട് റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ലേറ്റർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു എസ്സേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കുറെ അധികം റൈറ്റേഴ്സിനെ വെച്ച് കണക്ട് ചെയ്ത് പാരഫ്രൈസുകൾ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഹിസ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ഏനിയഡ് റിമൈൻസ് ദ ബെസ്റ്റ് എവർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പം ഹോമറിന്റെ വെർജിലിന്റെ ഏനിയഡ് ആരാണ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈഡൻ ആണ്, ജോൺ ഡ്രൈഡൻ. ആസ് എ പോയിറ്റ് ഹി പ്രിഫേർഡ് ദ ഹീറോയിക് കപ്ലെറ്റ് സ്പ്രിംഗ്ലിംഗ് വിത്ത് ദ ജുഡീഷ്യസ് എൻജാംപ്മെന്റ്സ്, ട്രിപ്ലെറ്റ്സ് ആൻഡ് ദ മെട്രിക്കൽ വേരിയേഷൻ ആൻഡ് bequeathing into the Alexander Pope's work upon its own magic എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡ്രൈഡൻ. ഇനി ഡ്രൈഡന്റെ സറ്റയേഴ്സ്, ഞാൻ അതാ പറഞ്ഞത്, ഡ്രൈഡൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സറ്റാരിക്കൽ വർക്ക്, അതായത് ആക്ഷേപഹാസ്യമാണ് ഓർമ്മ വരേണ്ടത്. ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് ജോണർ ഓഫ് റൈറ്റിംഗ് ഉണ്ടാവും അല്ലെ. അപ്പം ഇദ്ദേഹം പോയിംസും നോവൽസും എല്ലാം എഴുതുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഇസ് സറ്റയർ. ഓക്കെ, സോ ജോൺ ഡ്രൈഡൻ വാസ് എ ബ്രില്യന്റ് ആൻഡ് ഷാറ്ററിംഗ് സറ്റയറിസ്റ്റ് ഇൻ വേഴ്സ്. ഹി റോട്ട് 3 great satires which touched the highest watermark of satirical poetry. അതായത് സറ്റാരിക്കൽ പോയിട്രി എന്നൊരു ജോണർ ഉണ്ടെങ്കിൽ അതിന്റെ ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്നത് ആരുടെ വർക്ക് ആയിരിക്കും? ഡ്രൈഡന്റെ വർക്ക് ആയിരിക്കും. ഡ്രൈഡൻ satires are distinguished by keen biting wit, subtle irony and brilliant inventiveness. The irony of the satire, at times indulgent and fraught with good naturedness, and others much more severe, controls the action and groups the figures and their movements into one general irresistible suggestion. Dryden's satires abound to humorous satirical portraits which for their delicate touches and picturesque characterization have not been surpassed by the entire range of poetry of satire. The third characteristic is satire is the flawless diction and the brilliant mastery of heroic couplet as well as of perfect poetic expression എന്ന് പറയുന്നുണ്ട്. ഈ ജോൺ ഡ്രൈഡന്റെ മെക്ഫ്ലെക്നോ എന്ന് പറയുന്ന ഒരു ഫൈനസ് സറ്റയർ ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരു നിയോ ക്ലാസിക്കൽ പീരീഡ് ഉണ്ട് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആൻഡ് ഡ്രൈഡൻ along with another brilliant satirist Alexander Pope was the power who dominated the literary scene. Satire was the most popular form of poetry and both Dryden
Dryden and Pope were great masters of the poetic genre എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈഡനും പോപ്പും അവരാണ് സറ്റയറിക്കൽ പോയിട്രിന്റെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ എന്ന് പറയുന്നു. ആൻഡ് ജോൺ ഡ്രൈഡൻസ് മെക്ഫ്ലെക്നോ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന സംഭവമാണ് ഒരു ഫൈനസ്റ്റ് ആയിട്ടുള്ള സറ്റയർ എന്ന് പറയുന്നത്. സോ മെക്ഫ്ലെക്നോ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ലിറ്റററി ആൻഡ് പേഴ്സണൽ റിവിലറി. ലിറ്റററി ആണ്, പക്ഷെ ഒരു പേഴ്സണൽ റിവെഞ്ച് അവിടെ ഉണ്ട്. പോയം വാസ് ഡ്രൈഡൻസ് റിപ്ലൈ ടു തോമസ് ഷാഡ്വെൽസ് പോയം. നിങ്ങൾ അതിന്റെ ഒരു ഇതിവൃത്തം മാത്രം പഠിച്ചു വെക്കുക. തോമസ് ഷാഡ്വെലിന്റെ കവിതയ്ക്കുള്ള ഒരു മറുപടിയാണ്, റിപ്ലൈ ആണ് ഏതിലെ മെക്ഫ്ലെക്നോയിൽ പറയുന്നത്. The medal of John Byas, which in turn was criticism of Dryden's earlier poem. The medal, Shadwell's poem, was an unfair and indecent attack. They provoked Dryden and he brought out Macflecknoe that silence is adversary. Dryden's satirical genius is fully revealed in the poem. It is a satire on Thomas Shadwell, who was once friend of Dryden. Macflecknoe was ready to vacate his title as the world's worst poet. A worthy successor has to be chosen. The choice falls on Shadwell. The coronation takes place in barbaric London, suburb notorious for its low and vulgar life. The events are presented in an absurd, ridiculous manner. Dryden used allusion, paradise, and quotation profusely to ridicule the great hero of the poem എന്ന് പറയുന്നുണ്ട്. ഡ്രൈഡന്റെ സറ്റാരിക്കൽ ജീനിയസിനെ കുറിച്ച് പറയുന്നത് അത് ഫുള്ളി ഇതിൽ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ അങ്ങോട്ട് ഇല്ല. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. വേൾഡ്സ് വേഴ്സ്റ്റ് പോയിറ്റ് എന്നാണ് അദ്ദേഹത്തിനെ ഇതിൽ പറയുന്നത്, ഷാഡ്വെലിനെ. അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ, എന്താ പറയാ, ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കുക എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് കൊടുക്കുക. ഒരു ദയാദാക്ഷിണ്യം അവിടെ ഉണ്ടാവില്ല. എന്റെ വാപ്ചിയാണ് പറയാ, ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അങ്ങോട്ട് പറഞ്ഞു വെള്ളം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയാം എന്നോട്. അപ്പം എനിക്ക് ചിരി വരും ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ പറയില്ലേ, ചെറിയ പ്രായത്തിൽ തന്നെ ഞാനിങ്ങനെ പറയും, അവരിങ്ങനെ പറഞ്ഞു, ഇവരെന്നെ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് പക്ഷെ എന്നോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറയുമ്പോ നാവും കിട്ടിയെന്ന് പറയും. വളരെ ഇതായിട്ടാ പറയാം. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് നാവ് നല്ല നീളണ്ടല്ലോ, തിരിച്ചൊന്നും പറയാൻ പറ്റില്ലേ എന്ന് പറയും. അങ്ങനെ പക്ഷെ എന്നോട് പിന്നെ മെല്ലെ മെല്ലെ ഇതായ സമയത്ത് എന്നോട് പറയായിരുന്നു, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത പറയുകയാണെങ്കിൽ അതിലൊരു ലോജിക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയ വിമർശനം ഉൾക്കൊള്ളണം എന്ന് പറയാറുണ്ട് കേട്ടോ. വിമർശനം ആരെ വിമർശിച്ചാലും ഉൾക്കൊള്ളണം എന്ന് പറയുന്നത്. പക്ഷെ ഒരു കഴമ്പും ഇല്ലാത്ത വിമർശനമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ച് നല്ല മറുപടി അങ്ങോട്ട് കൊടുത്തോളാം എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. സോ ദ ചോയ്സ് falls on Shadwell. The coronation takes place in barbaric London and Dryden uses allusion, parodies, quotation profusely to ridicule the great hero of the poem. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെ പാരഡി ഉപയോഗിക്കുന്നുണ്ട്, കൊട്ടേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്, ആ ഒരു ഗ്രേറ്റ് ഹീറോ ഓഫ് ദ പോയത്തിനെ തളർത്താൻ എന്തും ചെയ്യുന്നുണ്ട്. മെക്ഫ്ലെക്നോ ഡിസൈഡ് ടു ബി എ മോക്ക് ഹീറോയിക് എപ്പിക് പോയം. അങ്ങനെ ഒരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്, മോക്ക് ഹീറോയിക് എപ്പിക് പോയം എന്നുള്ളത്. സോ ദ ഇൻട്രസ്റ്റഡ് is always focused on this aspect. Mock heroic poetry employs a satirical device in which the great and silly are brought together or compared എന്ന് പറയുന്നത്. സോ അബ്സേർഡ് ആയിട്ടുള്ള നോൺ എസെൻഷ്യൽ ഫാക്ട് അതവിടെ കൂടുതലായിട്ടും വന്നു. അതുപോലെ തന്നെ ആ ഒരു ഡ്രൈഡന്റെ ഒരു ഉപയോഗിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ആൻഷ്യൻ ഇതും ഇവിടെ ആക്ച്വലി പറയുന്നുണ്ട്. ഇതില് മെക്ഫ്ലെക്നോന്റെ സമ്മറി പറയുമ്പോൾ ദ പോയം ഐഡന്റിഫൈ ഇറ്റ്സെൽഫ് ആസ് എ സറ്റയർ. അതിൽ ഇത്രയേ ഉള്ളൂ, തോമസ് ഷാഡ്വെലിന്റെ ഒരു കവിതയെ കളിയാക്കി എഴുതുന്ന ഒരു കവിതയാണ് മെക്ഫ്ലെക്നോ. ഫസ്റ്റ് ലൈൻ ഓഫ് ദ പോയം ക്രിയേറ്റ്സ് ദ ഇല്യൂഷൻ ഓഫ് ഇറ്റ്സ് ബീയിങ് എൻ എപ്പിക് പോയം അബൌട്ട് എ ഹിസ്റ്റോറിക്കൽ ഹീറോ. ഹിസ്റ്റോറിക്കൽ ഹീറോനെ പോലെ വെച്ച് പറയാണ്. നെക്സ്റ്റ് ലൈൻ ടോക്ക് അബൌട്ട് മെക്ഫ്ലെക്നോ, എ മൊണാർക്ക് ഹു ഇൻസ്റ്റെഡ് ഓഫ് റൂളിംഗ് എൻ എംപയർ റൂൾസ് ഓവർ ദ റെലം ഓഫ് നോൺസെൻസ്. ഓക്കെ, അപ്പൊ മെക്ഫ്ലെക്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവിനെ വെച്ചിട്ടാണ്, ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഷാഡ്വെലിനെ കളിയാക്കുന്നത്. ഓക്കെ, ദ കിങ് ഈസ് ഓൾഡ് ആൻഡ് thus must choose a successor to his throne. Dryden wonders whether the king will choose a poet who has talent and wit, or if he choose someone like him, a man with no literary talent എന്ന് പറയുന്നത്. അപ്പോ ഷാഡ്വെലിനെ കളിയാക്കാണ്. ഒരു കിങ്, എന്താ പറയാ, വയസ്സായ ഒരു കിങ് അടുത്തൊരു ഭരണാധികാരിയെ കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു വിവരമില്ലാത്തൊരു പോയിറ്റിനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറയാം. ഷാഡ്വെലിനാണ് പറയുന്നത്. Flecknoe decides upon his son Shadwell, a man with no talent, who is steadiest, stupid and always at the war എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര മോശമാണ്, സ്റ്റഡിയസ്റ്റ് ആണ്, സ്റ്റുപ്പിഡ് ആണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഫ്ലെക്നോന്റെ വേർഡ്സിൽ എപ്പോഴും പോയിറ്റ്സ് കണ്ടിന്യൂസ് ലാസ്റ്റ് ഗ്രേറ്റ് പ്രോഫിറ്റ് ഓഫ് ടോളജി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഹൾനെസിന്റെ ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എമിനന്റ് ആയിട്ട് പൊക്കി പറയുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ എല്ലാ കഥയില് ഇതിൽ വരുന്നത്. Dryden also alludes to
to some of historical Shadwell's plays like Epsom, Wells and Psyche. അതേക്കുറിച്ച് പറയുന്നുണ്ട്. And just clear that in the environment Shadwell will rule over those who have no literary talent എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇതിൽ ഇനി കുറച്ച് കാര്യങ്ങളും കൂടി എന്താ പറയാ, ഒരു മിനിറ്റ്, ഇനി ഇതില് വെറുതെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. That Flecknoe concludes by exhorting his son not to focus on real plays but rather work on acrostics and anagrams. His last word are cut off and he sinks below the stage. His mantle falls on Shadwell, which is appropriate because he has twice as much talent as his father എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്ലെക്നോ എന്ന് പറഞ്ഞിട്ടുള്ള കഥ. ഇതിവൃത്തം മാത്രം മനസ്സിലാക്കുക. ഒരു ഷോർട്ട് സമ്മറി പോലെ ഞാനൊരു ഓഡിയോ നോട്ട് നിങ്ങൾക്ക് ഇടുന്നുണ്ട്. Till then, take care. Bye bye.